മൂന്നാർ ട്രിപ്പിലെ വീഡിയോയിൽ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു ക്ലിപ്പ് മാത്രം ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം അതിന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അത് കുറച്ച് എന്താ പറയുക, കുറച്ച് മെഡിസിൻസുകൾ ഉള്ള ചെടികളായി കുറേ എന്താ പറയുക, മുടിക്ക് പറ്റിയതും എല്ലാ അസുഖങ്ങൾക്ക് പറ്റിയതും ഒക്കെ ആയിട്ടുള്ള കുറേ ആയുർവേദ ചെടികളോടെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കിങ്ങനെ കാണിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അത് മറ്റേ സാധനം നമ്മളെ മരുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാതരം പെയിനും ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഓയിലിന്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റന്റ് റിസൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല. 45 ദിവസം 60 ദിവസം 150 ദിവസം ഒക്കെ ആ പ്രോബ്ലത്തിനനുസരിച്ചുള്ള കോഴ്സ് ഉണ്ടാവും. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഓയിലിന്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. വാതം കൊല്ലി ഇല്ലെങ്കിൽ ജസ്റ്റീഷ്യ ഇതാണ് ഇൻസുലിൻ ചെടി എന്ന് പറയുന്നത്. ഇൻസുലിൻ പ്ലാന്റ് കേട്ടിട്ടുണ്ടോ? ഇത് എല്ലായിടത്തും ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ഇത് പേര് മാത്രമേ ഉള്ളൂ ഇൻസുലിന്, യാതൊരു ബന്ധമില്ല ഇൻസുലിനായിട്ട്. ആ സ്റ്റേജിൽ ഇത് വർക്ക് ആവത്തില്ല. ടൈപ്പ് 2 നമ്മൾ ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്ന സ്റ്റേജിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഐ മീൻ നമ്മുടെ പാൻക്രിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഓക്കെ, ആൻഡ് ക്യൂറബിൾ ഒന്നുമല്ല, കൺട്രോളബിൾ മാത്രമാണ്. ഇതാണ് ഇലിപ്പ എന്ന് പറയുന്ന മരം. ഇതിന്റെ തൊലിന്നാണ് നമ്മൾ സ്കിൻ ഡിസീസിനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത്. എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടുള്ള വേട്ടപ്പാല എന്ന് പറയും. നമ്മുടെ സൊറിയാസിസ്, എക്സിമ, ഡിറ്റാമ, ഫംഗൽ ഇൻഫെക്ഷൻ, റാഷസ് അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും നല്ലതാണ്. സൊറിയാസിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ ആയിട്ടും കൂടെ മെഡിസിൻ യൂസ് ചെയ്യണം. അത് വേറെ പ്ലാന്റ് ചെയ്യുന്നതാണ്. ഇത് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പൈൽസ്, ഫിസ്ല, ഫിഷേഴ്സ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇന്റേണൽ മെഡിസിൻ ആണ്. സോ ടിഷ്യൂ ക്ലീനർ ആയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ക്ലീൻ ആയിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കേട്ടിട്ടുണ്ടോ? മേളിൽ ഫ്രൂട്ട് ഉണ്ട്. മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ് ആണ്. ഒത്തിരി വൈറ്റമിൻസ് ഉള്ള ഫ്രൂട്ടാണ്. പക്ഷെ ആസ് എ ഫ്രൂട്ട് നമുക്ക് ഇവിടങ്ങളിലൊന്നും അത്ര ഫേമസ് അല്ല. ഒരു വൃത്തിയുടെ സ്മെല്ല് ഇതിന്. നാട്ടിലുണ്ട് ഉണ്ട്. ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ ആസ് എ ഫ്രൂട്ട്. ആക്ച്വലി മാൽദീവ്സിലൊക്കെ ഇറ്റ്സ് എ ടേബിൾ ഫ്രൂട്ട്. ഓക്കെ, അതിന്റെ പ്ലാന്റ് ആണ് ഇത്. ഈ പെറ്റില പോലെ നിൽക്കുന്നത് ക്രീപ്പ്. അതിങ്ങനെ നിലത്തെ കൂടെ പോവുക വള്ളിയാണ്. ഇതിൽ ചെറിയ കമ്പ്, ചെറിയ സ്റ്റിക്ക് പോലെ ചെറിയ സീഡ്സ് ഉണ്ടാവും. അതാണ് തിപ്പലി. ഇറ്റ്സ് സ്പൈസസ്. നമ്മൾ മോസ്റ്റ്ലി അത് മെഡിസിനൽ പർപ്പസിനാണ്. കഫ് റിലേറ്റഡ്, സ്റ്റൊമക് റിലേറ്റഡ് പ്രോബ്ലംസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് തിപ്പലി. റെസ്റ്റിലൊക്കെ ഇടാറുണ്ട്. റൂട്ടാ നമ്മളിത് ഇതൊക്കെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മറിലൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. അതുപോലെ തന്നെ ഈ ചുമ്മാ റൂമിൽ ഓപ്പൺ ചെയ്ത് വെച്ചാലും മതി. ആസ് എ റൂം ഫ്രഷ്നർ ഇത് ഇല്ലേ, അതിനുള്ള മരുന്നാണ്. എക്സ്റ്റേണൽ യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് തന്നെ ഈ ക്രാംസ്, പെയിൻ, ഇച്ചിങ്, സ്വെല്ലിങ് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കൂടെ ഉണ്ടെങ്കിൽ ഇന്റേണൽ ആയിട്ടും കൂടെ മെഡിസിൻ യൂസ് ചെയ്യണം. അതൊന്നും ഇല്ല, ജസ്റ്റ് ഇത് വിസിബിൾ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മാത്രം മതി. ആ ഓയിൽ ഇതിൽ നിന്നാണ് ഉണ്ടാക്കാം. ഓക്കെ, ആൻഡ് അതാണ് പണ്ടൻ ലീവ്സ് ഇല്ലേ, രമ്പയില എന്ന് പറയും. നമ്മൾ ഓൾമോസ്റ്റ് ഏത് റൈസ് ബാസ്മതിയുടെ ഒരു ഫ്രാഗ്രൻസ് ബിരിയാണിയിലൊക്കെ ഇടുന്നത്. മോസ്റ്റ്ലി അത് പറയും കൊളസ്ട്രോളിനുള്ള മരുന്നാണ്. ഇതിന്റെ ബാർക്കിനാണ് കൊളസ്ട്രോളിനുള്ള മരുന്ന് ഉണ്ടാക്കുക. കൊളസ്ട്രോളും ക്യൂറബിൾ ഒന്നല്ല, കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. HDL, LDL, TGL എല്ലാത്തിനും ഒരുപോലെ തന്നെ അത് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം. ഓക്കെ, ഹാർട്ട് പ്രൊട്ടക്ഷൻ. നമ്മുടെ അൽപ്പീനിയ എന്ന് പറയും. ചിത്തരത്ത കേട്ടിട്ടുണ്ടോ? ഒരു ജിഞ്ചർ ഫാമിലിയാണ്. വൺ ടൈം പ്ലാന്റ് ആണ്. ഇതിന്റെ റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അസിഡിറ്റി, ഗ്യാസ്ട്രിക് പ്രോബ്ലം, സ്റ്റൊമക് ക്യാൻസർ അങ്ങനെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും നല്ലതാണ്. അരിഷ്ടം. കാട്ടിഞ്ചിയാണ്. കാട്ടിഞ്ചിയുടെ വർഗത്തിൽപ്പെട്ടാണ്. ഇതിന്റെ കിഴങ്ങ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് വൺസ് ഇൻ എ ഇയർ നമ്മളത് ഹാർവസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മളത് മഞ്ഞ കളറിൽ വരും. പിന്നെ ബീൻസ് കണ്ടിട്ടുണ്ടോ? ആ ഫ്ലഷ് ഒക്കെ ആയിട്ട് ആ ഫ്ലഷോട് കൂടി നമ്മൾ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫെർമെൻറ്റൈസ് ചെയ്യണം. ഫെർമെൻറ്റൈസ് ചെയ്തതിന് ശേഷം അത് ഉണക്കി വറുത്ത് പൊടിക്കണം. ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു ഫ്രാഗ്രൻസ് കിട്ടുക. ബീറ്റർ ടേസ്റ്റ് ആണ്. അതാണ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡറിൽ നിന്നാണ് ഈ ഐസ്ക്രീം, ചോക്ലേറ്റ്സ് സംഭവങ്ങളെല്ലാം ഉണ്ടാകുക. ഓക്കെ, ആണ്, ക്യൂറബിൾ അല്ല. ആക്ച്വലി മോസ്റ്റ്ലി ജപ്പാനീസ് ഫുഡിലൊക്കെ വരുന്ന പിങ്ക് ജിഞ്ചർ എന്നും പറഞ്ഞിട്ട് അത് ഈ സംഭവമാണ്.
പിന്നെ ഇത് തന്നെ നമ്മൾ ഈ ഫേസ് ക്രീമിലൊക്കെ യൂസ് ചെയ്യേണ്ടത്, അതായത് ഡാർക്ക് സർക്കിൾ, പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ബ്ലാക്ക് വൈറ്റ്, സ്കാനിങ് അങ്ങനെയുള്ള പ്രോബ്ലംസ്, അതുപോലെ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന റാഷസ്, അതിനുള്ള യൂറിക് ആസിഡിനുള്ള മരുന്നാണ്, ഇന്റേണൽ മെഡിസിൻ ആണ്. ആൻഡ് നമുക്കിപ്പോൾ ഗൗട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേളിൽ പറഞ്ഞ പെയിൻ ഓയിൽ അത് എക്സ്റ്റേണൽ യൂസ് ചെയ്യണം, ഇത് ഇന്റേണൽ യൂസ് ചെയ്യണം, രണ്ടും കൂടെ ചേർത്ത് യൂസ് ചെയ്യണം. ഓക്കെ, ലേഡീസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഹെൽത്തി റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, എസ്പെഷ്യലി ഈ PCOD, PCOS, ഫൈബ്രോയിഡ്സ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ശതാവധി. നമ്മുടെ സോറിയാസിസ്, എക്സിമ ഞാൻ പറഞ്ഞില്ലായിരുന്നു, സ്കിൻ ഡിസീസിന്റെ അതിന്റെ ഇന്റേണൽ മെഡിസിൻ ആണ്. നമ്മൾ മേലിൽ കണ്ടത് എക്സ്റ്റേണൽ, ഇത് ഇന്റേണൽ. ഓക്കെ, ഇന്റേണൽ ഇല്ലാണ്ട് സോറിയാസിസ്, എക്സിമ പോലെയുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് ഒന്നും പോകത്തില്ല. അതിൽ ഒരു മെഡിസിൻ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയല്ലേ. ആക്ച്വലി ഇത് സെൻസ് സ്റ്റിമുലേറ്റർ ആണ്, സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് സ്പെക്സ് ഒക്കെ വെച്ചതിന് ശേഷം റിമൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേബിൾ, ഐ മീൻ ആ മൈനസ് അത് സ്റ്റേബിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം ബ്രഹ്മ. ഓക്കെ, ഇറങ്ങിയല്ലോ ആനപ്പുറത്തിരുന്ന് പോവാ, സഫാരി എന്ന് പറഞ്ഞത്. അതിന്റെ കൂടെ ആൾക്കാരുണ്ടാവും. എന്താ പിന്നെ സിപ്പ് ലൈൻ ഇല്ലേ മറ്റേത്, അങ്ങനെ അത് ഇല്ല ഇവിടെ വരുന്ന ആ പ്രളയത്തിന്റെ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 3-4 ഫീറ്റ് വരെ അത്ര ഉണ്ടാവും. നല്ല ഒഴുക്കായിരിക്കും. പക്ഷെ ആ മലയിലൊക്കെ ഇല്ലില്ല, അതൊക്കെ വേറെ വഴിക്ക് പോകും. അത് അങ്ങനെ സൈഡിലേക്ക് അവിടെ തന്നെ എറണാകുളമൊക്കെ കാണാം. ഇതിൽ അത് കുതിരകുത്തിമല എന്ന് പറയുന്ന ഒരു സംഭവം, സേഫ്റ്റി നാഷണൽ ഒരു പ്രാവശ്യം ഇതിൽ കായ ഉണ്ടാകാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ നോർമൽ ബനാന ആയിരിക്കും, പക്ഷെ ഉള്ളിൽ നിറയെ സീഡ്സ് ആയിരിക്കും. സോ കഴിക്കാനൊന്നും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. പക്ഷെ ആ സീഡിൽ നിന്നാണ് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്നുള്ളത്, അത് UTI പ്രോബ്ലംസ്, കിഡ്നി സ്റ്റോൺ, ഫിൽട്ടർ ക്ലീനർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. കുറച്ച് റെയർ ആയിട്ടുള്ളതാണ് ജഡായുലക്ഷ്മി എന്ന് പറയും. ഇതിന്റെ ഉള്ളിൽ അപ്പവും കായൊക്കെ. അതാണ് കയ്യൂനിയ, ബൃങ്കരാജ് എന്നൊക്കെ പറയില്ലേ, കയ്യൂനിയ. അതാണ് ആ പ്ലാന്റ്. ഏതാ നീലാമരി? ഇതാ ചെറിയ പ്ലാന്റ്, ചെറിയ ഇലയുള്ളത്. അതെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഈ മുടി ഒഴിച്ചില്, പൊട്ടല്, തിക്നെസ് കുറവായിരിക്കും, അതിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം. ഇതുണ്ടോ, ഇതിന്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങൾ ഇരിക്കുക. സോഫ്റ്റ് പോലെ. അത് രാവിലെ അതാണ് ഉണ്ടായില്ല, ഇപ്പൊ അതിലുണ്ടായിട്ടുണ്ട്. കാണാല്ലേ ഇഷ്ടംപോലെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫിഗ് എന്ന് പറയുന്നതിനാണ്, അതായത് ഫിഗിൽ ഏറ്റവും വലിപ്പമുള്ളത്. ഓക്കെ, ഇതും കഴിക്കാവുന്നതാണ്. ചുവന്ന കളറിലാണ് കഴിക്കുന്നത്. അവരവിടെ മരുന്നുകളൊക്കെ പറഞ്ഞില്ല,